ഇപ്പോൾ ഉള്ള മാർക്കിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടാൻ ഞാൻ MCQ ആണോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, തിയറിയിലാണോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഹായ് സ്റ്റുഡൻസ്, നമുക്ക് കിട്ടിയ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഉള്ള മാർക്കിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടാൻ ഞാൻ MCQ ആണോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, തിയറിയിലാണോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അതായത് എൻ്റെ മാർക്ക് അവറേജ് ലെവലിലാണ് നിൽക്കുന്നത്, ഇതിനേക്കാളും കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ MCQയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതായത് തിയറി പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആണ്. ഒരു ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ട് ഒരു സിംഗിൾ ഡേയിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇതിന് നമുക്ക് കൂടുതൽ വേണ്ടത് മെമ്മറി അല്ല, പ്രാക്ടീസ് ആണ്. തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ വേണ്ടത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനീഷ്യൽ പാർട്ട് മാത്രമാണ് നിങ്ങൾ തിയറിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഇൻഫർമേഷൻ ബ്രെയിനിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് വ്യക്തമായ ഒരു ആൻസർ ഉണ്ട്. ഇനീഷ്യൽ പാർട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ തിയറി പോർഷൻസിലാണ്. ലേറ്റർ ഓൺ ആ തിയറി പോർഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, ആ തിയറി പോർഷൻസ് നന്നായി എനിക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സാമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. താങ്ക് യു.